നിങ്ങൾ നമ്മുടെ കുഞ്ഞി പന്തലിൽ കുറേ കവറുകളുണ്ടല്ലേ. ഈ കവറിനകത്തൊക്കെ ഞാൻ എന്താ സൂക്ഷിച്ച് വെച്ചേക്കുന്നതുണ്ടോ? നമ്മുടെ പടവലങ്ങയാണ്. അത് നമ്മൾ എത്ര കീടനാശിനി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ഇതുപോലെയും കൂടി ഒന്ന് കവറും കൂടെ ചെയ്ത് കൊടുക്കും. എന്നാൽ മനസ്സിനൊരു സമാധാനം. അപ്പം പടവലത്തിനൊക്കെയും പാവലിനൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഈച്ചശല്യം ഉണ്ട് കേട്ടോ. അത് കാരണം ഞാൻ ഇതുപോലെ കുഞ്ഞിലേ കായ ആകുമ്പോഴേ ഒന്ന് കവർ ചെയ്തിട്ട് കൊടുക്കും. അപ്പം നമ്മുടെ കുട്ടിപ്പടവലാണ് കേട്ടോ ഇത്. ഈ ഒരു പടവലങ്ങി ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. നമ്മുടെ മറ്റേ വലിപ്പമുള്ള ടൈപ്പ് പടവലങ്ങിയാണെങ്കിൽ അതിന് നമ്മുടെ ഈ ഒരു കവറൊന്നും പോരാ. അതങ്ങനെയെന്ന് വെച്ചാൽ അത് വലിപ്പം വെക്കുന്നല്ലേ. അപ്പം നമ്മൾ ആ ഒരു ടൈപ്പ്, അതായത് വലിപ്പം വെക്കുന്ന പടവലങ്ങി ആണെങ്കിൽ നമ്മൾ അതിനറ്റത്തൊരു കല്ലൊക്കെ കെട്ടി തൂക്കി കൊടുത്ത് എന്താ പറയണ്ടേ, അത് പന്തൽ മുതൽ നിലത്ത് വരെയൊക്കെ തൂങ്ങി കിടക്കുന്ന അത്രയും വലിപ്പം വെക്കുമല്ലേ. ഇത് അത്രയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഇത് കുട്ടിപ്പടവലങ്ങ, അതായത് ഒരു ഏകദേശം ഇത്രയൊക്കെ വലിപ്പം വെക്കുകയുള്ളൂ. അതിൻ്റെ ഏകദേശ വളർച്ച എത്തിക്കഴിയുമ്പം അതിൻ്റെ വളർച്ച അവിടെ നിന്ന് പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. അധികം മൂത്ത് പോവാതെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം വെച്ചാൽ നമുക്ക് കായവും വെളുത്തുള്ളിയും കൂടെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കീടശല്യത്തിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ വേപ്പെണ്ണ മിശ്രിതവും കൊടുത്താൽ, വേപ്പെണ്ണയും വെളുത്തുള്ളിയും കൂടെ എടുത്ത് വേപ്പെണ്ണ മിശ്രിതവും കൂടെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കവറും കൂടെ ചെയ്തെടുത്താൽ ഒന്നും നമുക്ക് ഈച്ച കുത്താതെ ഒന്നും പോകാതെയൊക്കെ നമുക്ക് അത്യാവശ്യം ഇതുപോലെ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. അപ്പം ചിലർക്കൊന്നും നമ്മുടെ ഈ മറ്റുള്ള പച്ചക്കറികൾ പോലെയല്ല ഈ ഒരു പടവലങ്ങ ഇഷ്ടമല്ലല്ലേ. ഇതിനൊരു സ്മെല്ലില്ലേ, ആ സ്മെല്ലും ഇഷ്ടമല്ല, അതുകൊണ്ട് കഴിക്കാനും ഇഷ്ടമല്ലേ. എന്നാലും കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിലും നമ്മുടെ മുറ്റത്ത് ഇതുപോലെ കായ്ച്ചിട്ട് കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെ ഞാനൊക്കെ ഒരു 2-3 ചുവട് കേട്ടോ, മറ്റുള്ള പച്ചക്കറികളുടെ കൂട്ടത്തിൽ ഒരു 2-3 ചുവട് നട്ടതാണ്. ഒരു കുഞ്ഞി പന്തലയിൽ അതിൻ്റെ ഒരു സൈഡിൽ നമ്മുടെ കോവലും ഒരു സൈഡിൽ നമ്മുടെ പാവലും അതേപോലെ പീച്ചിലിയും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒരു കോണിൽ നമ്മുടെ പടവലവും അങ്ങനെ ഒരു ചെറിയ നെറ്റിൻ്റെ പീസൊക്കെ വലിച്ചു കെട്ടി അങ്ങനെ കയറ്റി വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു എന്താണ് ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞ് വിളവെടുപ്പ് വീഡിയോ ഒക്കെ ആയിട്ട്. അപ്പോൾ അത് കണ്ടിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അറിയാത്തവരൊക്കെ, ഈ ഒരു പടവല ഇത്രയോ വലിപ്പം വെക്കുള്ളൂ, ഇത് ഈ ഒരു ടൈപ്പ് ആണോ എന്നൊക്കെ. അപ്പോൾ ഇത് ഇത്രയോ വലിപ്പം വെക്കുള്ളൂ, ഇത് ഈ ഒരു ടൈപ്പുമാണ് കേട്ടോ. അപ്പം നമ്മൾ വിളവെടുപ്പ് ഓരോ പ്രാവശ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ചാരവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കടലപ്പിണ്ണാക്കും പച്ച ചാണകം ഉള്ളവരാണെങ്കിൽ അത് പുളിപ്പിച്ചിട്ട് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മറ്റുള്ള പച്ചക്കറികൾക്കൊക്കെ ചെയ്യുന്നത് പോലുള്ള വളപ്രയോഗം മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ, വേറെ പ്രത്യേകിച്ചായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് അത്യാവശ്യം ഇതേപോലെ നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. കുഞ്ഞിതാണേലും അപ്പോൾ ഓരോ കാഴ്ച കഴിയുമ്പോഴും വീണ്ടും ഇത്തിരി വലിപ്പം കുറഞ്ഞാലും ഇഷ്ടം പോലെ വീണ്ടും കായുണ്ടായി. അപ്പം അതിനകത്ത് 1-2 കട്ട് ചെയ്തു. നാളത്തേക്കുള്ള കറിക്കുള്ളതൊക്കെ 1-2 നമ്മുടെ പടവലങ്ങയും പാവലും അതുപോലെ തന്നെ പീച്ചിലിങ്ങയൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.